അത് എൻ്റെ ഉപ്പമായിരുന്ന സമയത്ത് എനിക്ക് വന്നൊരു റിഗ്രറ്റാണ്. ആഷിൻ്റെ കൈയൊക്കെ എന്നെക്കാട്ടി നല്ല, അവൻ്റെ കൈയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ആ കൈയോടൊക്കെ ഒന്ന് എനിക്ക് പിടിച്ചേക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? പിടിച്ച അവനൊക്കെ പിടിച്ച് നിൽക്കുമോ? മൂന്നാമതൊരാളെ നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാണ്ടിരിക്കുക. ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്, തല്ലുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിയൊരു ജന്മത്തിൽ ജാസിക്ക് ഒരു ട്രാൻസ് വുമൺ ആവണോ എന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടെന്നേ പറയുള്ളൂ. ഞാൻ എല്ലാം പറഞ്ഞതാണ് ആഷിന് ഓൾറെഡി. എൻ്റെ ലൈഫേ ആഷിക്കാൻ കൊടുത്തതാണ്. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ പോലും ഒരു പെൺകുട്ടിയാണെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് ആഷിനെ ഹസ്ബൻഡായിട്ട് കിട്ടണം, ആൺകുട്ടിയാണെങ്കിൽ ആഷിനെ പോലെ ഒരു സുഹൃത്തിനെ എനിക്ക് സുഹൃത്തായിട്ട് കിട്ടണം. ഉപ്പ് മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ റേഷൻ കടയിൽ പോകാൻ തുടങ്ങിയത്, ഫിഷ് മാർക്കറ്റിൽ പോകാൻ തുടങ്ങിയത്, പഞ്ചായത്തുകളിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയത്. ഒരു കുടുംബം നയിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ എത്രത്തോളം സ്ട്രെങ്ത്ത് ഉണ്ടോ അതിൻ്റെ അത്രക്ക് സ്ട്രെങ്ത്ത് അച്ഛന്മാരും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പലരും കാണാറില്ല. നമ്മളെ പാർട്ട്ണറിനെ ഒരുപാട് അങ്ങ് വെറുപ്പിക്കരുത്. അവരുടെ സ്നേഹം നമ്മൾ പിടിച്ചു പറ്റുക. അപ്പോൾ അവർക്ക് നമ്മളോട് സഹതാപം ഉണ്ടാവും. ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു കുട്ടീനെ ജന്മം കൊടുക്കുമ്പോഴൊക്കെ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് കമന്റ് ഇടാറുണ്ടല്ലോ ഞാൻ ചിരട്ട വെച്ച് നടക്കുകയാണെന്നൊക്കെ ഉള്ളത്. ലീഗലി ഞാൻ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ധൈര്യത്തിലേക്ക് വരുന്നത് ശരിക്കും ദുബായിലേക്ക് പോയത് കൊണ്ട് തന്നെയാണ് ആ ഒരു കം ഔട്ട് ചെയ്യാം എന്നുള്ള തീരുമാനം? അതോ ഉപ്പയുടെ മരണമൊക്കെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഉപ്പ മരണത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ ലൈഫിൽ പൂർണ്ണമായിട്ടും കം ഔട്ട് ചെയ്ത് വരുന്നത്. അതിന് മുമ്പ് എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ ഒരു പെൺകുട്ടിയുടെ അറിയാം, ഒരു പെൺകുട്ടിയുടെ മനസ്സിലാളാൻ എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ സഞ്ചരിച്ച എൻ്റെ ജേണി വളരെ പ്രയാസമുള്ള ജേണിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ജേണികളിൽ നിന്നാണ് എനിക്കൊരു ധൈര്യം വന്നത്. ഇപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ട്രാൻസ് വുമൺ ആയ ഇതിൽ ഒരുപാട് അഭിമാനം ഉള്ള ആൾക്കാരുണ്ട്. എനിക്ക് ട്രാൻസ് വുമൺ ആയാലും അഭിമാനം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ പലപ്പോഴും ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു ജന്മത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ജന്മം വേണ്ട. അത് പറഞ്ഞത് ഈ ജന്മം വളരെ മോശമായ ജന്മമാണ്, അല്ലെങ്കിൽ ട്രാൻസ് വുമൺസ് ജനിച്ചവരെല്ലാം മോശക്കാരാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ഈ ജന്മം വേണ്ട. കാരണം ഈ ജന്മത്തിൽ ഞാൻ അനുഭവിക്കാനുള്ള കാര്യങ്ങളും എല്ലാം അനുഭവിച്ചത് എനിക്ക് അറിയുന്നുള്ളൂ. ഞാൻ മറ്റുള്ള കാര്യമല്ല പറഞ്ഞാൽ, മറ്റുള്ളവർ അവരെ കാര്യങ്ങൾ അവർക്കേ പറയാനുള്ളൂ, എനിക്ക് എൻ്റെ കാര്യങ്ങളല്ലേ പറയാൻ അറിയുള്ളൂ. എൻ്റെ ഒരു ജേണി വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്, തല്ലുകൾ കിട്ടിയിട്ടുണ്ട്, ഫാമിലികളെ കരയിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു ജന്മത്തിൽ ജാസിക്ക് ഒരു ട്രാൻസ് വുമൺ ആവണോ എന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടെന്നേ പറയുള്ളൂ. അതെൻ്റെ മാത്രം ഇതാണ്. നേരെ മറിച്ച് എനിക്ക് അടുത്ത ജന്മത്തിൽ പെണ്ണാവണമെന്ന് ഒട്ടും ആഗ്രഹമില്ല, ഒരാണായാൽ മതി. അല്ലെങ്കിൽ എനിക്ക് പെണ്ണാവാനൊരു ആഗ്രഹം അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഒരാണായാൽ മതി, അല്ലെങ്കിൽ ഒരു പെണ്ണായാൽ മതി. ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ജന്മം തന്ന് ഒരിക്കലും പരീക്ഷിക്കരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം അത് ആ ഒരു വിഷമത്തിലൂടെ ആ ഒരു പ്രയാസത്തിലൂടെ വന്നവർക്ക് മാത്രമാണ് അതിൻ്റെ വിഷമങ്ങൾ അറിയുള്ളൂ. പക്ഷെ പ്രൗഡായിട്ട് ഐ എം എ ട്രാൻസ് വുമൺ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ എനിക്കൊരിക്കലും ഞാൻ ഐ എം എ ട്രാൻസ് വുമൺ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ എന്നെക്കൊണ്ട് അത് പറയാൻ സമ്മതിക്കില്ല. ജാസി തന്നിൽ പ്രൗഡായിരിക്കുന്ന മറ്റെന്ത് കാര്യത്തിലാണ്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാഗികമായിട്ടുള്ള എൻ്റെ കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം പല ആൾക്കാരും ഇങ്ങനെ സർജറി ചെയ്ത് ഫെമിനിൻ സർജറി ഒക്കെ ആക്കുന്ന സമയത്തൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ കണ്ണ് ഭയങ്കര ഭംഗിയാണ് കാണാൻ, ലിപ്പ് ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അതിനോടൊക്കെ അപ്പുറത്തേക്ക് എൻ്റെ കൂടെ എൻ്റെ ഈ ഒരു ഞാൻ എന്താണോ എന്ന് മനസ്സിലാക്കി എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു വ്യക്തി ആശയുണ്ട്. അതിലാണ് ഞാൻ ഏറ്റവും വലിയ പ്രൗഡ്. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈവൻ നോർമൽ റിലേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാൻസ് റിലേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വട്ടവർ ഏത് തരത്തിലുള്ള റിലേഷൻ ആയിക്കോട്ടെ, സ്വന്തം പാർട്ട്ണറിനെ പബ്ലിക്കലി കാണാൻ പറ്റാണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, അവിടെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കലി കാണത്തില്ല. പക്ഷെ അവർ പാർട്ട്നേഴ്സ് ആയിരിക്കും. അവരെ ഉള്ളിൽ മാത്രം ഒരു ഫോട്ടോ ഇടാൻ പറ്റത്തില്ല, ഒരു സ്റ്റോറി ഇടാൻ പറ്റത്തില്ല, ഒന്നിനും പറ്റില്ല, അതൊന്നും സമ്മതിക്കില്ല. കാരണം അത് പബ്ലിക്കലി അറിഞ്ഞാൽ ഭയങ്കര സീനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്തരം ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് എൻ്റെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞ് എന്നെ കൈപിടിച്ച് നടത്തുന്ന ആഷി എൻ്റെ മനസ്സിലെന്നും ഹീറോ തന്നെയാണ്. കാരണം എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ എന്നെ പാർട്ട്ണറാക്കി തിരഞ്ഞെടുത്തുകൊണ്ടായിരിക്കും ആഷിക്ക് പോലും ഇപ്പോൾ കുണ്ടൻ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അവനക്ക് ബാഡ് കമൻറ്റ് വരുന്നത്. നേരെ മറിച്ച് ആഷി എന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആഷി വേറൊരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച്
ലൈഫ് സെറ്റിലാവും. ആരെങ്കിലും ആഷിനെ പോയിട്ട് കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവ് പേര് വിളിക്കോ, ഒരിക്കലുമില്ല. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ആഷിക്കും കൂടി ആ ഒരു പേര് വരുന്നത്. അപ്പോൾ അത്രക്കൊക്കെ പേര് വന്നിട്ട് പോലും പബ്ലിക്കലി എൻ്റെ കൈ പിടിച്ച് നടക്കുക എന്നുണ്ടെങ്കിൽ അതിന് ഒരു ഭയങ്കര ഒരു തൻ്റെടം തന്നെ വേണം. അപ്പം അതുകൊണ്ട് ഏറ്റവും പ്രൗഡായിട്ട് എൻ്റെ മനസ്സിലുള്ളത്. ഇപ്പൊ ആഷിയോട് എന്താ പെട്ടെന്ന് പറയാത്ത ഒരു കാര്യം പറയാൻ ചോദിക്കുകയാണെങ്കിൽ പറയാനുള്ളത്? ഞാൻ എല്ലാം പറഞ്ഞതാണ് ആഷിൻ്റെ ഓൾറെഡി. എൻ്റെ ലൈഫേ ആഷിക്ക് ഞാൻ കൊടുത്തതാണ്. ഭയങ്കര ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് എനിക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ പോലും ഒരു പെൺകുട്ടിയാണെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് ആഷിനെ ഹസ്ബൻഡായിട്ട് കിട്ടണം, ആൺകുട്ടിയാണെങ്കിൽ ആഷിനെ പോലെ ഒരു സുഹൃത്തിനെ എനിക്ക് സുഹൃത്തായിട്ട് കിട്ടണം, ഒരു നല്ലൊരു സുഹൃത്തായിട്ട്. കാരണം അതെനിക്ക് വലിയൊരു പ്രാർത്ഥന തന്നെയാണ്. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം നല്ല ലൈഫ് തന്നു, എന്നെ മനസ്സിലാക്കുന്ന ഒരു ഉമ്മാനെ തന്നു. കാരണം ഞാൻ ഇങ്ങനെ കമ്മോട്ടി തന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായത് ഉമ്മ എന്തായിരിക്കും, ഉമ്മാൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നായിരുന്നു. പക്ഷേ ഉമ്മാക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ എന്നെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ് ഉമ്മാക്ക് വന്നതിൽ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം നമ്മളെ ഫാമിലിയാണ് നമ്മളെ ഫസ്റ്റ് അംഗീകരിക്കേണ്ടത്. നമ്മളെ ഫാമിലി അംഗീകരിച്ചില്ലെങ്കിലാണ് നമുക്ക് പലയിടത്തും നാട് ഒഴിയേണ്ടി വരുന്നതും പിശാടനം ചെയ്യേണ്ടി വരുന്നതും അല്ലെങ്കിൽ വേറെയുള്ള വർക്കിന് നിൽക്കേണ്ടി വരുന്നതൊക്കെ. നമ്മളെ ഫാമിലി നമ്മളെ അംഗീകരിച്ച് നമ്മളെ കൂടെ ഫാമിലി നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. നമുക്ക് കിടക്കാൻ വീടുണ്ട്, നാളെ കയറി ചെല്ലാൻ സ്ഥലമുണ്ട്, വിളിക്കാൻ അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരങ്ങളുണ്ട്, നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഇതൊന്നും ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെടുന്നത്, നമ്മൾ വേറെയുള്ള രീതിയിൽ ചിന്തിക്കുന്നത്, നമ്മൾ വേറെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഫാമിലികൾ അംഗീകരിക്കാൻ, കാരണം ഇപ്പോൾ നിങ്ങളെ ഫാമിലിയിൽ നാളെ ഒരു ട്രാൻസ്വുമൺ ആയിട്ട് അല്ലെങ്കിൽ വാട്ടവർ എങ്ങനെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവരെ അംഗീകരിച്ച് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം എന്നാണ് എനിക്ക്. അത് പുതുതലമുറയിലെ ആൾക്കാർ പിന്നെയും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ, ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഉമ്മാനോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഏകദേശം എത്രത്തോളം നാളെടുത്തു? ഞാൻ ഉമ്മാനെ ദുബായിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാനും ആഷിയും തമ്മിലുള്ള ലൈഫ് ഉമ്മ കണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉമ്മാക്ക് ഞങ്ങളുടെ ഒരു ബോണ്ട് മനസ്സിലായതുകൊണ്ട് ഉമ്മ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. പണ്ടൊക്കെ ഭയങ്കര സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പിന്നെ ഉമ്മ സപ്പോർട്ടായത്. ഉപ്പാന്റെ മരണത്തിന് ശേഷമാണോ ഉമ്മാനെ കൊണ്ടുപോയത് അങ്ങോട്ട്? അതെ, അല്ലല്ലോ, ഉപ്പ നാട്ടിലുള്ള സമയത്ത് ഉമ്മ ദുബായിൽ വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പയ്ക്ക് എന്താ സംഭവിച്ചതായിരുന്നു? ആക്സിഡന്റ് ആയതാ ഉപ്പ. ഓക്കെ. ഇപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് ജാസി അവിടുത്തെ ഒരു കുട്ടിയാണ് വീട്ടിലെ, അപ്പൊ ഉപ്പയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി പെട്ടെന്ന് ഉപ്പ പോകുന്നു, അതിനൊപ്പം തന്നെ 2 പെൺമക്കളാണ് വേറെ ഉള്ളതെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഒരു സോക്കോൾഡ് ചിന്താഗതിയിൽ കുടുംബത്തെ നയിക്കേണ്ടത് ജാസി എന്ന് പറയുന്ന ആൺകുട്ടിയാണെന്നുള്ളൊരു ആ സമയത്ത് ഇങ്ങനെ ഒരു കം ഔട്ട് ചെയ്യാനുള്ള ധൈര്യം കൂടെ കാണിക്കുക. അപ്പൊ ആ ഒരു സമയത്ത് സഹോദരങ്ങളൊക്കെ എങ്ങനെയാണ് അതിനെ? ആ സമയത്ത് ഓൾറെഡി ചേച്ചിമാരെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഞാൻ ദുബായിലായതുകൊണ്ട് എനിക്ക് വീട്ടിലെ ഒരു കാര്യം അറിയേണ്ടി വന്നിട്ടില്ല. നമ്മൾ മാസം ക്യാഷ് അയച്ചു കൊടുക്കും, അവരതുകൊണ്ട് ചെയ്യും. ഒരു റേഷൻ കടയിലോ അല്ലെങ്കിൽ ഒരു പച്ചക്കറി കടയിലോ ഒരു മീൻ മാർക്കറ്റിൽ നമ്മൾ പോയിട്ട് മീൻ വാങ്ങേണ്ട ഒരു അവസ്ഥ ഒന്നും ഉണ്ടായിട്ടില്ല. ഉപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ റേഷൻ കടയിൽ പോകാൻ തുടങ്ങിയത്, ഫിഷ് മാർക്കറ്റിൽ പോകാൻ തുടങ്ങിയത്, പഞ്ചായത്തുകളിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയത്. ഞാൻ അപ്പം ഇങ്ങനെ വിചാരിച്ചിരുന്നു, ഈ പലവരും അമ്മമാർ പല കാര്യങ്ങളും ഓക്കെ അമ്മമാർ ചെയ്യുന്നുണ്ടില്ല എന്നല്ല, പലവരും അമ്മമാരെ ഇതാക്കാൻ അമ്മമാർക്ക് രാപ്പകൽ പണിയാണ്, അങ്ങനെ ഇതേപോലെ ജോലികൾ അച്ഛന്മാരും ചെയ്യുന്നുണ്ട്. അത് ആ സമയത്താണ് എനിക്ക് മനസ്സിലായത്. കാരണം അച്ഛന്മാർക്കും അതേപോലെ സ്ട്രഗിൾ വരുന്നുണ്ട്. കാരണം ഒരു കറണ്ട് ബില്ല് വന്നാൽ കറണ്ട് ബില്ല് അടക്കാൻ പോകണം, അതിനുള്ള എമൗണ്ട് കാണണം, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണം, ഫിഷ് മാർക്കറ്റിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, ഗവൺമെൻറ് കാര്യങ്ങളിൽ പോകണം, അതിനൊക്കെ വണ്ടിയുടെ കംപ്ലൈൻറ്റ് ഉണ്ടാവും, അത് നേരാക്കാൻ വേണ്ടി വണ്ടി ഇതിൽ പോകണം, വണ്ടിൻ്റെ അടവടക്കാൻ വേണ്ടി പോകണം. ഇതൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് അനുഭവിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കാറുണ്ട്, എൻ്റെ പൊന്നെ ഉപ്പ എത്രത്തോളം ഓടിയിട്ടുണ്ടാവും. എൻ്റെ ഉപ്പ എന്നല്ല, പല അച്ഛന്മാരും അപ്പോൾ ഈ മക്കള് അമ്മമാരെ കുറച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആ സമയം വരെ ഞാനും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്, അമ്മ. പിന്നെ എനിക്കത് ഇത് തുല്യമാണ്. കാരണം ഒരു കുടുംബം നയിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ എത്രത്തോളം സ്ട്രെങ്ത്ത് ഉണ്ടോ അതിൻ്റെ അത്രക്ക് സ്ട്രെങ്ത്ത് അച്ഛന്മാരും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പലരും കാണാറില്ല. അത് നമുക്ക് ആ ഒരു ഭാഗം പോകുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു വില മനസ്സിലാവുന്നത്. എനിക്ക് ആ സമയത്ത് അപ്പോഴാണ് എനിക്ക് ആ വില, കാരണം നമ്മൾ അച്ഛനോട് അധികം സംസാരിക്കില്ല, ദുബായിൽ നിന്ന് വിളിച്ചാലും അമ്മയോടൊക്കെ അധികം സംസാരിക്കുക, അച്ഛനോട് അങ്ങനെ സംസാരിക്കുക കുറച്ച് നേരം. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ റിഗ്രറ്റ് അടിച്ചു പോയി. കാരണം ഒരുപാട് സമയത്ത് നമുക്ക് അച്ഛന്മാരോട് സംസാരിക്കാനുള്ള ആ സമയം പോയല്ലോ എന്നുള്ളത് പിന്നീട് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ചെയ്തു. കാരണം ഉപ്പാനോട് കുറേ സംസാരിക്കാനുള്ള സമയങ്ങളാണല്ലോ പോയത്.
ഉപ്പാക്ക് വേണ്ടി ഇതിന് ചെയ്ത് കൊടുക്കാമായിരുന്നു എന്നൊക്കെ ഒരു ചിന്ത പിന്നീടാണ് വന്നത്. ഇപ്പൊ ഉമ്മാക്ക് വേണ്ടി അങ്ങനെ സമയം മാറ്റി വെക്കാറുണ്ടോ? ഒരുപാട്. കാരണം പണ്ടൊക്കെ ഞാൻ പലപ്പോഴും എനിക്ക് കുട്ടികളോട് പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്ക് അച്ഛൻ അമ്മ എന്നുള്ള അവരൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ ചിലപ്പോൾ ഇത് എൻ്റെ അനുഭവം കേട്ടോ, ഞാൻ ചെയ്ത ഒരു കാര്യം നിങ്ങളോട് പറയാം. ഇപ്പോൾ എനിക്കൊക്കെ ദുബായിലുള്ള സമയത്ത് നമ്മൾ വലിയ തിരക്കൊന്നും ആയിരിക്കും, നമ്മൾ ഫ്രണ്ട്സിനെ കൂടെ ചുമ്മാ ജോളിയായിട്ട് ഇരിക്കുകയായിരിക്കും. ആ സമയത്തേക്കും വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഫോൺ കോൾ വരുമ്പോൾ നമ്മൾ പിന്നെ എടുക്കാം, അമ്മയല്ലേ വിളിക്കുന്നത് അല്ലെങ്കിൽ അച്ഛനല്ലേ വിളിക്കുന്നത്, പിന്നെ എടുത്ത് സംസാരിക്കാം, പിന്നെ എടുത്ത് സംസാരിക്കാം, നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം എന്നൊരു മൈൻഡ് ഉണ്ടാവുമായിരുന്നു. ഇപ്പം ഇന്ന് എത്ര തിരക്കാണെങ്കിലും എത്ര ഷൂട്ടിങ്ങിന് തിരക്കാണെങ്കിലും എൻ്റെ അമ്മയെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുത്ത് ഷൂട്ടിങ് നിർത്തി ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റ് അമ്മ വിളിക്കുന്നുണ്ട്, സംസാരിച്ച് അമ്മയോട് സംസാരിച്ച് അമ്മയെ ഷൂട്ടിങ്ങിലാണ് കേട്ടോ പറയാൻ എന്താ വിഷയം, എന്താ വിളിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങളുണ്ടോ ഞാൻ ചോദിച്ചിട്ടാണ് പിന്നെ ഷൂട്ടിങ്ങിലേക്ക് നിൽക്കുള്ളൂ. കാരണം അത് എൻ്റെ ഉപ്പ മരിച്ച സമയത്ത് എനിക്ക് വന്നൊരു റിഗ്രറ്റാണ്. അത് എനിക്ക് നാളെ ആ റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് പിന്നെ ഞാനൊരു വീഡിയോ കണ്ടു, നമ്മളെ അച്ഛന്മാരെ കൂടെയുള്ള എനിക്ക് നല്ലൊരു മൊമെൻ്റ് ഇല്ല, അങ്ങനെ ഓർത്തെടുക്കാൻ ഒരു നല്ലൊരു ഫോട്ടോസോ മൊമെൻറ്റോ എനിക്കില്ല. അപ്പോൾ ഈ സമയത്ത് ഞാനിപ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. ഉമ്മ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് വെക്കും, ഉമ്മയുടെ വോയിസുകൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മറ്റേത് ഫുൾ നമ്മൾ ക്ലിയർ ചാറ്റ് അടിക്കുമല്ലോ, ഇത് അങ്ങോട്ടും കൊണ്ട് ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഉമ്മാൻ്റെ ആണെങ്കിലും ഇനി അക്കൗണ്ട് ഫോണ് ഭയങ്കര ഇത് വേണ്ട, ഉമ്മ കുറേ മെസ്സേജ്, അമ്മമാർ അങ്ങനെയല്ലേ, നമുക്ക് കുറേ മെസ്സേജ് ഇങ്ങനെ അയക്കുമല്ലോ, ഫോട്ടോസ് അയച്ചു തരും, വീട്ടിലത്തെ ഫോട്ടോസ് അയച്ചു തരും, ഒരു പൂവ് വിരിഞ്ഞാൽ പൂവിൻ്റെ ഫോട്ടോസ് എടുത്ത് അയച്ചു തരും. അതൊക്കെ നമ്മളങ്ങ് ഇതെന്താ വെറുതെ വെച്ചിരിക്കും ഗാലറിയിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയല്ലോ. പക്ഷേ ഇപ്പം അതൊന്നും ചെയ്യാറില്ല. കാരണം എനിക്കറിയാം നാളെ ഇത് നമ്മൾ റിഗ്രറ്റ് അടിച്ചു പോകും. കാരണം എനിക്ക് എൻ്റെ ഉപ്പാൻ്റെ വാട്സപ്പ് ചാറ്റ് നോക്കുമ്പോൾ എനിക്ക് ഒന്നുമില്ല അതിൽ. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഞാൻ സമയം കണ്ടെത്താറുണ്ട്. അതെനിക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ സമയം കണ്ടെത്തണം. അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. അവർ വിളിക്കുമ്പോൾ നിങ്ങൾ ഫോൺ എടുത്ത് സംസാരിക്കണം, അവരെ നിങ്ങളെടുക്ക് വിളിക്കണം, നിങ്ങളും അവരെ വിളിച്ച് സംസാരിക്കണം. പ്രത്യേകിച്ച് വിദേശത്തുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ നമ്മൾ കാണുന്ന പോലുമില്ല അച്ഛനമ്മമാരെ. അപ്പോൾ അവരൊക്കെ വിദേശത്താകുമ്പോൾ ഫ്രണ്ട്സ് ജോലിയായിട്ട് നടക്കും, അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാമെന്ന് വിചാരിച്ച് ഒന്ന് കുറച്ച് നേരം ഉറങ്ങാം, പിന്നെ വിളിക്കാം എന്ന് വെച്ചാൽ ഓരോ ദിവസങ്ങളും നാളെ നമുക്ക് റിഗ്രറ്റ് ആയിട്ട് മാറും. കാരണം എനിക്കങ്ങനെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഇനി ആർക്കും വരരുത്. കാരണം അത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്, ഭയങ്കര പ്രയാസമാണ് അത്. കാരണം ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, നമുക്ക് വേണ്ടി ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അച്ഛനും അമ്മയേ ഉള്ളൂ അല്ലേ. നമുക്ക് വേണ്ടിയിട്ട് ഇപ്പം നാളെ ഈ രണ്ടുപേരും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരാളും ഇല്ല പ്രാർത്ഥിക്കും. പിന്നെ നമ്മൾ പറയണം, പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയണം. മറ്റേ അച്ഛനമ്മമാരോട് പറയേണ്ട ആവശ്യമില്ല, അവർ പ്രാർത്ഥിച്ചോളും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എൻ്റെ അമ്മയോട് പറയും, എനിക്ക് നാളെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വിടുമ്പോൾ പ്രാർത്ഥിക്കണം. അല്ലാണ്ട് ആർക്കാ വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിനക്ക് വേണ്ടി തന്നെ എന്നും പ്രാർത്ഥിക്കുന്നത്. അയ്യോ അതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വരും പറയുമ്പോൾ, അതൊക്കെ മനസ്സിലാക്കുമ്പോൾ. എൻ്റെ പ്രാർത്ഥന എനിക്ക് ലൈക്ക് ഞാൻ മരണപ്പെട്ടു പോയാലും അവരെ മരണപ്പെട്ട പ്രാർത്ഥന കേൾക്കരുത്. എനിക്ക് അതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അത് ഒരിക്കലും ഒരു അച്ഛന് അമ്മയുടെ ഒരു ഏറ്റവും വലിയൊരു വേദന എന്ന് പറയുന്നത് അവർ ജീവിച്ചിരിക്കുക അവരുടെ മക്കൾ മരിച്ചു പോകുന്നതാണ്. അതേപോലെ തന്നെ ആയിരിക്കും തിരിച്ചുണ്ടാവുക നമുക്കല്ലേ. സഹോദരിമാരോ എങ്ങനെയാണ്? സഹോദരിമാരൊക്കെ പാവം, എല്ലാവരും നല്ല കൂട്ടാണ്, വിളിക്കാറുണ്ട് ഇടയ്ക്ക്, ഒന്നും പ്രശ്നമൊന്നുമില്ല. ഉമ്മ ഇവിടെ കൊച്ചിയിൽ കൂടെയാണോ ഉള്ളത്? ഉമ്മ ഇവിടെ 2-3 വട്ടം വന്നിട്ടേ ഉള്ളൂ. ഉമ്മ ഇപ്പോൾ ഉള്ളത് നാട്ടിലാണ്. അങ്ങനെ. അപ്പൊ ജാസിന് ദുബായിലേക്ക് തിരിച്ചു പോകാനുള്ള പ്ലാനുകൾ എങ്ങനെയാണ്? ദുബായിൽ ഇനി എന്തായാലും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിന് എന്നാണ് അത് സഫലമാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും സർജറി ഫുള്ള് ചെയ്യാണ്ട് നമുക്ക് ദുബായിക്ക് പോകാൻ പറ്റില്ലല്ലോ, കാരണം കംപ്ലീറ്റ് ഫീമെയിൽ ആയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ ഡൗൺ സർജറി ഒക്കെ ഒരു പ്ലാനിങ്ങിലുണ്ട്, എന്തായാലും ചെയ്യണം തന്നെയാണ് വിചാരിക്കുന്നത്. അതിന് ഏകദേശം എത്ര കാലഘട്ടം എടുക്കും? നമ്മളത് ബില്ലിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആവാൻ എത്ര സമയം എടുക്കും? അത് എനിക്ക് തോന്നുന്നു റെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സർജറി കഴിഞ്ഞാൽ ഒരു 2 month ഒക്കെ റെസ്റ്റ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ബ്രസ്റ്റ് സർജറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 month ഒക്കെ, ഇപ്പോൾ ഒരു 15 ദിവസം 20 ദിവസമൊക്കെ മതി റെസ്റ്റ്. ഇത് ഒരുപാട് സമയം എടുക്കുന്ന സർജറി ആയിരിക്കുമല്ലോ, അതെങ്ങനെയാണ് അതിന്റെ ഡ്യൂറേഷൻ? പിന്നെ നമ്മൾ ആഫ്റ്റർ കെയറിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഭയങ്കര ക്ലീൻ ആയിട്ട് കൊണ്ട് നടക്കുക, ഡസ്റ്റ് ഒന്നും ഇതാവില്ല, അപ്പോൾ അലർജിക്കലാവാൻ പ്രശ്നം ഉണ്ടാവും, സ്കിന്ന് പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അതൊന്നും ഉണ്ടാവാണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മാത്രം മതി. അപ്പോൾ ഈ ആഷിയുടെ കാര്യത്തിൽ ഞാൻ മുമ്പൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടിരുന്നു, പലരും പറയാറുണ്ടല്ലോ ജാസി പിടിച്ചു വെച്ചിരിക്കുകയാണ് ആഷി എന്നൊരു കാര്യം
കാര്യം പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം ലോക്ക്ഡ് ആയി പോയ സാഹചര്യത്തിൽ അതിന്റെ പാസ്പോർട്ട് അടക്കം വീട്ടുകാർ പിടിച്ചു വെച്ച സാഹചര്യത്തിലും കിട്ടിയ ഒരു ഗ്യാപ്പിൽ കിട്ടിയ ട്രെയിനിൽ കയറി മറ്റൊരു സഖാവ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ മറ്റും വിളിച്ച് അതെ അങ്ങനെ കയറി ജാസിയുടെ അടുത്തേക്ക് തിരിച്ചെത്തിയതാണ്. അങ്ങനെ പിടിച്ചു വെച്ചിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് ആഷിക്ക് 29 വയസ്സുണ്ട്, ഞാനാണ് മൂത്തത് കേട്ടോ. അപ്പോൾ അവൻക്ക് അവൻ്റെ കാര്യങ്ങൾ പക്വതയോടെ തീരുമാനിക്കാനുള്ള, പിന്നെ ഇത് പിടിച്ച് ആഷിൻ്റെ കൈയൊക്കെ എന്നെക്കാട്ടി നല്ല, അവൻ്റെ കൈയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ആ കൈയോടൊക്കെ എനിക്ക് പിടിച്ചേക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? പിടിച്ച് വെച്ചാൽ അവനൊക്കെ പിടിച്ച് നിൽക്കുമോ? അവരൊക്കെ ഇപ്പോഴത്തെ ഭയങ്കര ബോർഡുള്ള ആൺകുട്ടികളല്ലേ, അവരൊക്കെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടിയാൽ നമ്മളവിടെ കിടക്കും. അവനക്കും എനിക്കും ഇഷ്ടം. ഇപ്പം ഞാനാണെങ്കിലും ആശയാണെങ്കിലും ഇപ്പം നമ്മൾ എൻ്റെ മനസ്സ് ദൈവത്തിന് അനുകരിച്ച് മരണം വരെ ഞങ്ങൾ ഒരുമിച്ച് പോകണമെന്നാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ പലരും കണ്ടാവും, ഇവർ തമ്മിൽ എന്ത് സ്നേഹമാണ്, എന്ത് നല്ല ബന്ധമാണ്. ആ ബന്ധങ്ങളൊക്കെ മരണം വരെ പോയിട്ടുണ്ടോ? ചിലപ്പോൾ അവർക്ക് പറ്റില്ലെങ്കിൽ അവരത് ബ്രേക്കപ്പ് ചെയ്ത് അവർ പോവും. അതേപോലെയാണ് എല്ലാവരുടെ ലൈഫും. ഇപ്പം നമ്മൾ ത്രൂ ഔട്ട് നമ്മളെ കൂടെ ഒരാളുണ്ടാവും എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഉള്ള സമയം പോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ഇതാക്കി പോവുക. പിന്നെ നമ്മൾ ഇപ്പം എൻ്റെ ആഷിൻ്റെ ഒരു ലൈഫിൽ എന്ന് പറയുന്നത് ഞാൻ എടുത്ത വലിയൊരു ഡിസിഷൻ മൂന്നാമതൊരാളെ നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാണ്ടിരിക്കുക. അങ്ങനെ മൂന്നാമതൊരാൾ വരുമ്പോഴാണ് പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദുബായിയുടെ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൂന്നാമതൊരാളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാണ്ടിരിക്കുക. രണ്ടാമത് പരസ്പരം പറഞ്ഞു തീർക്കുന്ന കാര്യങ്ങൾ അന്നാന്ന് പറഞ്ഞ് തീർക്കുക. അത് വലിയൊരു ഇഷ്യൂവിലേക്ക് പോകാണ്ട് പറഞ്ഞ് തീർത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ ഭയങ്കര, പിന്നെ നമ്മളെ പാർട്ട്ണറിനെ ഒരുപാട് അങ്ങ് വെറുപ്പിക്കരുത്. ഇനിയിപ്പോൾ സ്നേഹം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, അവരങ്ങ് വെറുപ്പിച്ച് കഴിഞ്ഞാലും പ്രശ്നമാണ്. കാരണം അവർക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സമാധാനം വേണം, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് വേണം. അത് നമ്മളെ കയ്യിൽ നിന്ന് കിട്ടണം അവർക്ക്. അപ്പോൾ നമ്മൾ അവരെ വെറുപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ കയറാൻ ബുദ്ധിമുട്ടാവും. അവിടെ പോയാൽ ഇതന്നെയല്ലേ അവരില്ല. അപ്പോൾ നമ്മൾ അവരെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ, ഞാൻ പൊതുവെ അങ്ങനെ ആശി പുറത്തൊക്കെ പോയി വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. അവന് ഭയങ്കര സർപ്രൈസ് ആക്കും. പിന്നെ അവനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക, അവനെ നന്നായിട്ട് നോക്കുക. അവരെ സ്നേഹം നമ്മൾ പിടിച്ച് പറ്റുക. അപ്പോൾ അവർക്ക് നമ്മളോട് സഹതാപം ഉണ്ടാവും. നേരെ മറിച്ച് അവർക്ക് ഒരു തെറ്റിലേക്ക് പോകാനുള്ള ഒരു മനസ്സ് വരത്തില്ല. കാരണം നമ്മൾ ഇത്രയും നന്നായിട്ട് അവരെ നോക്കുക, സ്നേഹിക്കുമ്പോൾ നാളെ അവർക്ക് വേറെ തെറ്റിലേക്ക് പോകുമ്പോൾ വേണ്ട, ജാസിനെ അങ്ങനെ ഒരു ഇതാക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ആ തെറ്റിലേക്ക് പോകണ്ട എന്നൊരു തോന്നൽ നമ്മളെ മനസ്സിലും വരും, അവരുടെ മനസ്സിലും വരും. ഇപ്പൊ ജാസി കുക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഇടാറുണ്ട്, അതിനൊക്കെ നല്ല കമന്റ്സ് വരുന്നുണ്ട്. എനിക്ക് പാചകം ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് വീഡിയോസ് എനിക്ക് നല്ല കമന്റ് ആണ്. ഒരുപാട് പേര് ഇങ്ങനെ റെസിപ്പീസ് ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഈസി കുക്കിംഗ് ആണ്. എനിക്കിങ്ങനെ ഒരുപാട് നേരം കിച്ചണിൽ കയറുന്ന ഇങ്ങനെ ഇതാക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി തരണം. അപ്പോൾ ഞാൻ ഭയങ്കര ഈസി ആയിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ എനിക്ക് അത്തരം കമന്റ്സുകൾ കുറേ വരും. പിന്നെ എനിക്ക് നോർമലി ഇങ്ങനെ വീട്ടിൽ കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത്, വെച്ചുണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നാടൻ ഫുഡുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര പാഷനാണ് എനിക്ക്. അപ്പോൾ ഈ മുമ്പ് ദുബായിലൊക്കെ പോയി താമസിക്കുന്ന സമയത്ത് അങ്ങനെ കുക്കിംഗ് പഠിച്ചു തുടങ്ങിയതാണോ, അതോ വീട്ടിലും നാട്ടിലുള്ള സമയത്തും ഉമ്മാനെ കണ്ട് പഠിക്കും. ഉമ്മ നന്നായി കുക്ക് ചെയ്യും. അപ്പോൾ ഉമ്മാനെ കണ്ട് കിച്ചണിൽ നിന്ന് ഉമ്മാനെ കണ്ട് ഉമ്മാക്ക് അങ്ങനെ ഓരോന്ന് ചെയ്ത് കൊടുത്ത് അങ്ങനെ ചേച്ചിമാർ രണ്ടാലും കാരണം വേഗം കഴിഞ്ഞാൽ അവർ പോയല്ലോ. പിന്നെ ഞാൻ ഉമ്മ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഉമ്മാനെ കണ്ടിട്ടാണ് ഞാൻ പിന്നെ കുക്കിങ്ങിലേക്ക് വരുന്നത്. ഉമ്മാൻ്റെ പൊടിക്കൈകളാണ് പിന്നെ ഞാനിങ്ങനെ യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അതുപോലെ തന്നെ ഈ ലേറ്റസ്റ്റ് എനിക്ക് തോന്നുന്നു 1-2 വീഡിയോസിൽ ഈ പ്രഗ്നന്റ് വുമന്റെ സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പ്രസവത്തിന് ശേഷം കഴിക്കേണ്ട ഭക്ഷണത്തെ പറ്റി അങ്ങനെയൊക്കെയുള്ള കുറെ വീഡിയോസ് ഉണ്ട്. അപ്പൊ അതിന് താഴെ പലരും കമന്റ് ചെയ്യുന്നത് വിശേഷമായി എന്നുള്ള രീതിയിൽ വളരെ തമാശ. ആ വീഡിയോസ് സത്യം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. കാരണം ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു കുട്ടീനെ ജന്മം കൊടുക്കുമ്പോഴൊക്കെ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അത് ഭയങ്കര വിഷമം തന്നെയാണ്. ഞാനതിന് വലിയ നിഘണ്ടു പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കര ഒരു വിഷമം തന്നെയാണ്. പക്ഷേ അത് എന്താ പറയുക, നമുക്ക് ഇതിനെ അനുഭവിക്കാൻ പറ്റില്ല. നമുക്ക് ഈ റീൽസിലൂടെയും ചിത്രീകരിച്ച് സരോഗസി വഴിയൊക്കെ നമുക്ക് ചെയ്യാം. എന്നാലും എനിക്കതിങ്ങനെ നമ്മളത് അനുഭവിക്കുമ്പോൾ ഒരു വേറെ ഫീലല്ലേ. അപ്പം അതുകൊണ്ട് അതിങ്ങനെ ചെയ്തതേ ഉള്ളൂ. നമുക്ക് കുറച്ചും കൂടെയൊക്കെ
സാമ്പത്തികമായിട്ട് കുറച്ചുകൂടെ ഏൺ ചെയ്യാനുണ്ട്. കൊച്ചിയിൽ തന്നെ ഒരു കുഞ്ഞൊരു വീടൊക്കെ വെക്കണം, അതൊക്കെയാണ് ഇനി സ്വപ്നങ്ങളൊക്കെ ഉള്ളത്. കൊച്ചിയിൽ തന്നെ ബേസ് ചെയ്യാനാണ് ആഗ്രഹം? അതെ, കാരണം ഇവിടെയാണ് നമുക്ക് എല്ലാം എക്സിസ്റ്റ് കുറച്ചും കൂടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ വീടും എല്ലാം ഉണ്ട്, പക്ഷെങ്കിലും കൊച്ചിയിലൊരു കുഞ്ഞ വീട് വേണം. ഒരു ചെറിയ എൻ്റെയും ആശയം ഒരു കുഞ്ഞ സ്വപ്നം, ഒരു 2 റൂമും ഒരു കുഞ്ഞ ഹോളും ഒരു കിച്ചണൊക്കെ ഉള്ള ഒരു കുഞ്ഞ വീട്, ഒരു ക്ലിക്കൂട് പോലത്തെ വീട്. അതാണ് വലിയ ഇനിയിപ്പോഴൊരു സ്വപ്നം. ഇപ്പൊ റീലിലൊക്കെ കാണുന്ന വീട്ടിലാണോ താമസിക്കുന്നത്? അതെ 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 അതെ, അത് വില്ലയാണ്. വില്ലയാണ്. അപ്പം സാധാരണ ഇതിൽ നമുക്ക് പലപ്പോഴും ഈ ട്രാൻസ് വുമൺ ട്രാൻസ് പേഴ്സൺസിന് വീട് കൊടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നവരുണ്ടല്ലോ. അപ്പൊ ഈ വീട് കിട്ടുമ്പോഴൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുകൾ? ഇല്ല, എനിക്ക് ഭയങ്കര നല്ല ഓണറായിരുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ല. ഭയങ്കര നല്ല ആൾക്ക്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിൽ സഹകരിക്കുന്ന പ്രസാദേട്ടനും അവരെ ഫൈൻ പ്രോപ്പർട്ടി നല്ല ടീംസാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ് അവരുടെ. ഭയങ്കര നല്ല ഒരു ടീമാണ്. അവർക്ക് ഒരുപാട് വില്ലയും ഒരുപാട് ഇപ്പം മൂന്നാറും കാര്യങ്ങളൊക്കെ അവർക്ക് കുറേ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ നല്ല ടീമാണ്, നല്ലൊരു ടീമാണ്. അങ്ങനെ ഇങ്ങനത്തെ ആൾക്കാരാണല്ലോ, അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരാണെന്ന് വിചാരിച്ച് മാറ്റി നിർത്തുന്ന അങ്ങനത്തെ ടീമൊന്നുമല്ല. നല്ല സ്നേഹമുള്ള നല്ല ആൾക്കാരാണ്. അതുപോലെ ജാസിയുടെ റീലുകൾക്ക് താഴെ വരുന്ന കമന്റുകൾ എപ്പോഴും ഉള്ളതാണ്, ചുരിദാറിന്റെ ലിങ്ക് അയക്കാം, സാരിയുടെ ലിങ്ക് അയക്കാം, നൈറ്റിയുടെ ലിങ്ക് അയക്കാം. അതെ അതെ, ഞാൻ എടുക്കുന്ന ഡ്രസ്സുകൾക്കെല്ലാം ഭയങ്കര ആരാധകരുണ്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ എൻ്റെ ഡ്രസ്സ് ഓരോന്നും ഞാൻ അത്രയും നോട്ടീസ് ചെയ്ത് വാങ്ങുന്ന വ്യക്തികളാണ്. അപ്പം നമുക്ക് ഒരുപാട് പ്രൊമോഷൻസ് കിട്ടാറുണ്ട്, കൊളാബ്സ് ആയിട്ടൊക്കെ കിട്ടും. അപ്പോൾ എനിക്കിങ്ങനെ വരും, ചേച്ചി ഞാൻ സാരി തരാം, എനിക്ക് കൊളാബായിട്ട് ചെയ്യുമോ? അപ്പോൾ ഞാൻ സാരിയുടെ ഫോട്ടോസ് അയക്കുമ്പോൾ, അപ്പോൾ ഫോട്ടോ അയക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അപ്പോൾ എനിക്കറിയാം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കൊള്ളത്തില്ല. അപ്പോൾ അങ്ങനെ ഡീഗ്രേഡ് ചെയ്തതിൻ്റെ ആ പ്രൊഫൈൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ പറയും, അയ്യോ എനിക്കിത് ഇഷ്ടമായില്ല, നമുക്ക് പിന്നെ നല്ല സാരീസ് വരുമ്പോൾ പറയേ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പിന്നെ നല്ല വരുമ്പോൾ അവർ വരും, അങ്ങനെ എടുക്കും. അങ്ങനെയാണ് ഞാൻ സാരിയുടെ കൊളാബ്. അങ്ങനെ ചുരിദാറാണെങ്കിൽ പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴൊക്കെ ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്തൊക്കെ ഈ ജസ്റ്റ് ഈ പോകുന്ന ഷോപ്പിന് ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്ന് നമുക്കങ്ങനെ കാണുമ്പോൾ അടിപൊളിയാണ് ചുരിദാറാണല്ലോ എന്ന് പറയുമ്പോൾ അവിടെ നിർത്തി അത് വാങ്ങും. അങ്ങനെ പിന്നെ ചിലതൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ കോഴിക്കോട് ഒരു ഡിസൈനറുണ്ട്, ജെഫോ ഡിസൈൻസ്, അവർ ചെയ്ത് തരാറുണ്ട് ഡിസൈൻസ്. അതുപോലെ മലപ്പുറം എൻ്റെ നാട്ടിൽ ഒരു അൽമൽക്ക ഡിസൈൻസ് ഉണ്ട്, അവർ നല്ല ഡിസൈൻ ചെയ്യാറുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്ത് ഒരു ഡിസൈനറുണ്ട്, തസ്നിത, അവർ അങ്ങനെ ഒരുപാട് നല്ല നല്ല ഡിസൈൻസിനെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓൾറെഡി കൊച്ചിയിലൊക്കെ എനിക്ക് ഫംഗ്ഷൻസിനൊക്കെ ഡ്രസ്സാണെങ്കിലും ഓർണമെൻറ്റ്സ് ആണൊക്കെ തരുന്നത് മറ്റേ ഗോൾഡൻ കപ്പ് നല്ല ജ്വല്ലറിയാണ്. പിന്നെ അല്ലമീൻ, അതേപോലെ ഇവിടെ അസൈറ ഡിസൈൻസ്, നല്ല ഡിസൈൻസ് അവരൊക്കെ ചെയ്തു തരാറുണ്ട്. ഇപ്പൊ വസ്ത്രധാരണത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് ട്രാൻസ് പേഴ്സൺസ് ഒരു സാധാരണ ആളുകൾ, അതായത് ഞാൻ പറയുന്ന സോക്കോൾഡ് മാന്യമായ വസ്ത്രധാരണം എന്ന ചിന്തയുള്ള മലയാളികളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവരുദ്ദേശിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, വൃത്തിയായിട്ട് നടക്കുക എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് ഇപ്പൊ ക്ലീവേജ് കാണിക്കാതെ അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇടാതെ ഒക്കെ എന്നുള്ള രീതിയിൽ എക്സ്പോസ് ചെയ്യാതെ നടക്കുന്ന ആളുകൾ മാന്യമായി വസ്ത്രം ധരിക്കുന്നത് പൊതുവെ പറയുന്ന രീതിയുണ്ട്. അപ്പൊ അങ്ങനെ അല്ലാതെ വസ്ത്രം ധരിക്കുന്ന ഒരുപാട് ട്രാൻസ് പേഴ്സൺ ആളുകളുണ്ട്. ഞാൻ ഇവരുടെ കാഴ്ചപ്പാട്ടിലാണ് പറയുന്നത്. പലപ്പോഴും ഞാനൊരു സ്ത്രീയാണ് എന്ന് കുറച്ചുകൂടി പുറത്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെയും പല സമയത്ത് തോന്നുന്നത്. അതായത് ഇപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഞാനൊരു ഡ്രസ്സ് ഇടുന്നതും എനിക്ക് കംഫർട്ടബിൾ അല്ല, പക്ഷെ ഞാൻ എൻ്റെ ശരീരം ഇങ്ങനെ മാറിയിട്ടുണ്ട് എന്ന് ആളുകൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വസ്ത്രധാരണം ചെയ്യുന്ന ആളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ജാസി ഇടുന്ന വസ്ത്രങ്ങളിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അധികം എക്സ്പോസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് മലയാളി പ്രേക്ഷകർ എങ്ങനെ വിചാരിക്കുമെന്ന് കരുതിയിട്ട് എടുത്തൊരു തീരുമാനമാണ്, അതോ തന്റെ കംഫർട്ട് നോക്കിയിട്ട് തന്നെ ഡ്രസ്? ഒന്നാമത്തെ കംഫർട്ട് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ. പിന്നെ എക്സ്പോസ് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ചില ഇന്റർവ്യൂവിനല്ല ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ലെഹങ്ക, ഇപ്പൊ ലാസ്റ്റ് ഒക്കെ ഇട്ട ലെഹങ്ക ഒക്കെ ഒരു ബ്ലൂ ലെഹങ്ക അത്യാവശ്യം എക്സ്പോസ് ആയിരുന്നു. കാരണം എനിക്ക് വേറെ നിവർത്തിയില്ല ഇടാൻ, കാരണം ഡിസൈൻസ് ചെയ്ത് തരുന്നതല്ലേ. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് കമന്റ് ഇടാറുണ്ടല്ലോ ഞാൻ ചിരട്ട വെച്ച് നടക്കുകയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് ഒരു സൈക്കോളജിക്കൽ മൂവ്, ഓക്കെ ചിരട്ടയല്ല, എൻ്റെ ശരീര ഭാഗങ്ങൾ തന്നെ അങ്ങനത്തെ അത്തരം ഹോർമോൺസിൽ എടുത്തിട്ട് വളർന്നിട്ടുണ്ട് എന്ന് ഒന്ന് പ്രഷർ കാണിക്കണം എന്നൊരു തോട്ടുണ്ട്, ഒരു ചെറിയ സൈക്കോളജിക്കൽ മൂവ്. ചുമ്മാ പറഞ്ഞ കേട്ടോ, അല്ല അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇട്ടെന്നുള്ളൂ. പക്ഷെ പൊതുവേ ഓരോരുത്തരുടെ ശരീരഭാഗങ്ങൾ കാണിക്കുന്നത് അവരുടെ ശരീരം അവരുടെ അവകാശമാണ്. അത് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ട്രഡീഷണൽ കോസ്റ്റ്യൂം, നല്ല സാരി, നല്ല ചുരിദാർ, ധാവണി, അങ്ങനെ ഒരുപാടൊന്നും കാണിക്കാണ്ട് അങ്ങനെയൊക്കെ ഇടുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. കാരണം
അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ റെസ്പെക്ട് കിട്ടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്നോട് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ജാസിയുടെ ഡ്രസ്സിങ്, ജാസി ഭയങ്കര നല്ല ഒതുക്കത്തിൽ ഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കുറേ ചേച്ചിമാരെയും വീട്ടമ്മമാരൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അത്തരം വേഷങ്ങൾ ഇടാൻ തോന്നൂലല്ലോ. ഇപ്പോൾ ഈ ലാസ്റ്റ് ഞാൻ ഇട്ട ഈ ബ്ലൂ ഡ്രസ്സ് ഇട്ട സമയത്തും എന്നോട് ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കരീഷ്മ, അവളൊക്കെ വിളിച്ച് പറഞ്ഞു ജാസി അത്തരം വേഷങ്ങൾ നീ ഇടണ്ട, കാരണം അത്തരം വേഷങ്ങൾ ഇടുമ്പോൾ ഒരു ഭംഗിയില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്. കാരണം അത് അവരുടെ ഇഷ്ടം. കാരണം എന്നെ അത്തരം വേഷങ്ങളിൽ കാണാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നൊരു ഒരു ഇതാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പം അവർക്കൊക്കെ ഇഷ്ടം ഞാൻ സാരി എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ സാരി എടുക്കുന്നതും പൂ വെക്കുന്നതും ഇങ്ങനെ ഒരു നാടൻ ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യുന്നതും ചുരിദാർ, അതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. അപ്പം അതുകൊണ്ട് എനിക്കും അത്തരം അത് ഒരുപാട് അങ്ങ് പറയിപ്പിക്കേണ്ട രീതിയിൽ വേണ്ട, നമുക്ക് ഇങ്ങനെ മതി എന്നുള്ളതാണ് എനിക്കൊരു ഇഷ്ടം കേട്ടോ. ആഷിക്ക് എങ്ങനെയാണ് ആഷിക്ക് ഞാൻ അബായിട്ട് നടക്കുന്നതാണ് ഇഷ്ടം. ആഷിക്ക് അങ്ങനെ ഒരുപാട് എക്സ്പോസ് ചെയ്യുന്നത് തൊട്ടും ഇഷ്ടമല്ലാത്ത വ്യക്തിയാണ്. പിന്നെ ചിലതൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞ് പോട്ടെ കുഴപ്പമില്ല ഒരൊറ്റ ഇതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാക്കും. എന്നാലും ആൾക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല. ആൾക്ക് അബായ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഈ പർദ്ദ ഇടുന്നത്, അതേപോലെ ചുരിദാറുകൾ നല്ല കളർഫുൾ ചുരിദാറുകളൊക്കെ ഇടുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കളർഫുൾ ചുരിദാറൊക്കെ ഇട്ട് തട്ടിട്ട് വലിയ കമ്മലൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടം, അങ്ങനെ പറയുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. ട്രഡീഷണൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഹെവി ആയിട്ട് ഒരുങ്ങുന്നത് നമുക്ക് ഇഷ്ടമല്ല. ആൾക്ക് ഭയങ്കര ലൈറ്റായിട്ട് മിനിമലായിട്ട് ഒരുങ്ങുന്നതാണ് കൂടുതൽ ഇഷ്ടം. എനിക്കാണെങ്കിൽ ട്രഡീഷണൽ കോസ്റ്റ്യൂം, പൂ വെക്കണം, കണ്ണ് നന്നായിട്ട് എഴുതണം, നിറയെ കുപ്പിവളകൾ ഇടണം, അതൊക്കെയാണ് എൻ്റെ ഇഷ്ടം. കാരണം നമുക്ക് ഇതൊക്കെ ഇപ്പോൾ കിട്ടുന്ന അവസരങ്ങളല്ലേ, അപ്പം അതുകൊണ്ട് നമ്മളത് കിട്ടാണ്ട് അപ്പം നമുക്കത് ഒന്നുകൂടെ നമ്മളത് അത്രയും ഡെപ്തിലേക്ക് ചിന്തിച്ച് നമ്മൾ എടുക്കും. അത്രയും ശരിക്കും മാനസികമായിട്ട് അങ്ങനെ ഇരുതുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ബാക്കിയുള്ള ചിലര് അധികം മേക്കപ്പ് ഒന്നും ഇടാതെയായിട്ട് കാണാറുണ്ട്. പക്ഷെ ഒട്ടുമിക്ക ആളുകളും നന്നായി മേക്കപ്പ് ചെയ്ത് നന്നായി അണിഞ്ഞൊരുങ്ങി സാധാരണ സ്ത്രീകൾ നടക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ശരിക്കും മെന്റലി അവർ ഒരിക്കൽ കിട്ടാതെ പോയ കാര്യം കിട്ടുന്ന സമയത്ത് നന്നായി യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ആയിരിക്കാം. പിന്നെ ഇപ്പൊ പൊതുവേ ഞാൻ ഒരുപാട് കൊച്ചിലാണെങ്കിൽ ഒരുപാട് ട്രാൻസ് വുമൻസ് കുട്ടികളെ കാണാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെ കാണാൻ എന്ത് ഭംഗിയാണേ, അവരത് കണ്ടാൽ മനസ്സിലാവത്തേ ഇല്ല ട്രാൻസ് ആണെന്ന്. അവർ പറയണം ഞാൻ ട്രാൻസ് ആണ് കേട്ടോ മമ്മീന്ന്. കാരണം അത്രയും ഭംഗിയാണ് കാണാൻ, നല്ല ഭംഗി. അതും കുഞ്ഞു ഏജുള്ള കുട്ടികൾ 23, 22 ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്. മനസ്സിലാവത്തേ ഇല്ല. ഞാൻ അത്രയും കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചില ഭാഗത്തുകളൊക്കെ ഷൂട്ടിന് പോകുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജ്യൂസ് കുടിക്കാനൊക്കെ നൈറ്റ് കയറി കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ഇവിടെ ഇരിക്കുന്ന മുമ്പ് നമ്മൾ ജസ്റ്റ് നോക്കും, അപ്പോൾ എടുത്ത ജാസി അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ ഇവർ പറയുമ്പോൾ നമ്മൾ അറിയാം ഇവർ ട്രാൻസ് ആയിരുന്നു എന്നുള്ളത്. അത്രയും നല്ല ഭംഗിയുള്ള കുട്ടികളുണ്ട് വിത്തൗട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാണ്ട്. അല്ലാണ്ട് ചില ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുന്ന സാരീസ്, ജ്വല്ലറീസ് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഐറ്റംസുകളൊന്നും നമ്മൾ എവിടെ പോയാലും കിട്ടത്തില്ല എന്ന്. കാരണം അത് അവർക്ക് എവിടെ നിന്നാണ് ഇത്രയും കളക്ഷൻസ് കിട്ടുന്നത് എന്നുള്ളത് ഇപ്പം എൻ്റെ കമൻസ് ബോക്സിലും വരുന്ന കാര്യമാണ്. അപ്പം അത് അവർ അത്രയും മൈന്യൂട്ടായിട്ട് നോക്കിയെടുക്കുന്നത് കൊണ്ടാണ്. കാരണം സ്ത്രീകളാകുമ്പോൾ ഒരുപാട് ആദ്യം ഒരു ഇടുന്ന ഇതല്ലേ, ഇതാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മൾ മൈന്യൂട്ട് അതിൽ നല്ല ക്വാളിറ്റി ഏതാണ്, അതിലത്തെ നല്ല കളേഴ്സ് ഏതാണെന്ന് നോക്കി പിക്കപ്പ് ചെയ്തെടുക്കല്ലേ. അപ്പം അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. ഇപ്പം ഈ പുതിയ കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ, ഇങ്ങനെ വരുന്ന കുട്ടികളുണ്ടെന്ന്. പക്ഷെ പലർക്കും ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ കൊച്ചിയിലാണെങ്കിലും കൊച്ചിയിലൊക്കെ കുറച്ചുകൂടി ഇവർക്ക് സ്വീകാര്യതയൊക്കെ കൂടുതലുണ്ട്. പക്ഷെ ഇപ്പോഴും നാട്ടിൻപുറത്ത് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം സാധാരണ പറയും FB-ലൊക്കെയാണ് മോശം കമന്റ്സ് കൂടുതൽ കാണുക. പക്ഷെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടുണ്ടെങ്കിലും ഭയങ്കര മോശമായിട്ട് കമന്റ് ഇടുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ ഇപ്പൊ ഈ കൊച്ചിയിലല്ലാതെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ? എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള കുട്ടികൾ ഒന്നാമത് ഇപ്പോഴത്തെ ട്രാൻസ് ആയിട്ടുള്ള വരുന്ന പുതുതലമുറയിലുള്ള ട്രാൻസ് കുട്ടികളൊന്നും ഒന്നാമത് അറിയുന്നില്ല ഇവർ ട്രാൻസ് ആണോ, ഇവർ ഒരു ആൺകുട്ടിയിൽ നിന്ന് പെൺകുട്ടി ആയ വ്യക്തികളെന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അവരൊന്നും അങ്ങനെ ഒരു കളിയാക്കുന്ന രീതിയിലേക്കൊന്നും ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ട്രാൻസ് ആയാലും അല്ലെങ്കിൽ വേറുള്ള ആൾക്കാരും അവർക്ക് അക്സെപ്റ്റേഷൻ ഉണ്ട്. ഇപ്പോഴത്തെ പണ്ടത്തെ പോലെ ഒരു കുറ്റപ്പെടുത്തലോ കളിയാക്കലുകളോ ഇല്ല. ഇപ്പോൾ എല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതുമാത്രം വലിയൊരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ ഫെയിമൊക്കെ ആയിട്ടുള്ള ട്രാൻസ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ് വുമൺ ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫെയിം ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നേരിടാൻ ഈ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. എല്ലാണ്ടൊന്നും അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം എനിക്കറിയുന്ന കുറച്ച് ട്രാൻസ് വുമൻസ് ഉണ്ട്, ഈ പബ്ലിക്കലി ഈ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാതെ. ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്, എന്നാൽ അവർ ഒരിക്കലും കണ്ടാൽ ഒരു ട്രാൻസ് വുമൺ ആണെന്ന് ഒരിക്കലും പറയാത്ത രീതിയിലുള്ള പെൺകുട്ടികൾ അതേപോലെ തന്നെ നടക്കുന്ന ഒരുപാട് ട്രാൻസ് കുട്ടികളുണ്ട് ഇപ്പോൾ.
ഇപ്പൊ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ പല പേജന്റ് ഷോകളിലൊക്കെ പോയിട്ട് അങ്ങനെ ട്രാൻസ് വുമൻസ് നല്ല രീതിയിൽ നമ്മുടെ ഇവിടുന്ന് പോയിട്ടുള്ള ആളുകളെയൊക്കെ നമുക്കറിയാലോ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോഗ്രാംസിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ റെഡ് കാർപ്പറ്റ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഇല്ല, എനിക്ക് എന്താണ് ഫാഷൻ ഷോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു ഫാഷൻ ഷോയിൽ എന്നെ ഗസ്റ്റായിട്ട് വിളിക്കുന്നത് അല്ലെങ്കിൽ ഷോ സ്റ്റോപ്പായിട്ട് വിളിക്കുന്നതിനും കൂടുതൽ എനിക്കിഷ്ടം ആ ഒരു ഫംഗ്ഷന് ഒരു ഡാൻസിന് പെർഫോമൻസ് ചെയ്യാൻ വിളിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ ഫാഷൻ ഷോയിൽ ഷോ സ്റ്റോപ്പായിട്ട് പോകുന്നപ്പോൾ 14-ാം തീയതി ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, 13-ാം തീയതി വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ലൈക്ക് എനിക്ക് ഷോ സ്റ്റോപ്പായിട്ടാണ് വിളിക്കുന്നത്. എനിക്ക് അതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ആ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് ആ ഒരു സ്റ്റേജ് നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അവരോട് ചോദിക്കാറുണ്ടോ? ഇല്ല, പക്ഷെ എനിക്ക് ഇഷ്ടം അങ്ങനെയാണ്. അങ്ങനെ വലിയ ഇവന്റുകളിലൊക്കെ ഡാൻസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇപ്പൊ അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഇങ്ങനെ ഷോകളിലൊക്കെ പോകുന്ന സമയത്ത് ഓൺലൈൻ മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് ചുറ്റും വളഞ്ഞു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാണാറുണ്ടല്ലോ. അപ്പൊ പലപ്പോഴും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ കയറി നിന്ന് അവര് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് ബുദ്ധിമുട്ട് തോന്നി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മൾ നിൽക്കേണ്ട ഒരു ലെവലുണ്ടല്ലോ. കാരണം ഇവരൊക്കെ ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഈ കുറ്റം പറയുന്ന ആൾക്കാർ, ഈ ഓൺലൈൻ മീഡിയസിനെ കുറ്റം പറയുന്ന ആൾക്കാർ ഈ ഓൺലൈൻ മീഡിയാസ് വഴിയാണ് ഇവരൊക്കെ ഒന്ന് ഫെയിം ആയത്. അത് ഇവർ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എക്സ്പോസ് തന്നത് ഈ ഓൺലൈൻ മീഡിയാസിൻ്റെ ഏട്ടന്മാർ തന്നെയാണ്. എനിക്ക് അവരുടെ ഭയങ്കര റെസ്പെക്ട്. കാരണം അവർ എടുക്കുന്ന ജോലി അവർ മാന്യമായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ചിലവർ ഇങ്ങനെ ലൈക്ക് വീഡിയോ എടുക്കുമ്പോൾ ചില വ്യക്തികളെ സൂം ചെയ്തിട്ട് എടുക്കുന്നത് അതൊക്കെ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ എങ്കിൽ പോലും എനിക്ക് പരിചയമുള്ള കുറച്ച് ഓൺലൈൻ മീഡിയാസ് ഏട്ടന്മാരുണ്ട്. അവരൊക്കെ ഭയങ്കര നല്ല റെസ്പെക്റ്റാണ്. എനിക്ക് അവരോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം അവർ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് നമ്മൾ അതൊക്കെ അത്രയും ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് ഇവർ ഭയങ്കര എഫേർട്ട് എടുക്കുന്നത്. നമ്മൾ എന്തിന് പ്രതിഫലം കൊടുത്തിട്ടുണ്ട്? ഒന്നുമല്ല, ഇവർ അത്രയും ദൂരത്തുനിന്ന് വരുന്നത്, നമ്മളെ വീഡിയോസ് എടുക്കുന്നത്, നമ്മളെ റീച്ച് ആക്കി തരുന്നത്, അവരുടെ അക്കൗണ്ടും അത് വഴി ഒരു റീച്ച് ആവുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്താറുന്നില്ല. ഇപ്പൊ അതുപോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ നെഗറ്റീവ് കമന്റ്സ് പോലെ പക്ഷെ നേരിട്ട് ആരും വന്ന് അങ്ങനെ സംസാരിക്കാനുള്ള ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ജസ്റ്റ് പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് വന്ന് ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കും, ജസ്റ്റ് അവർ വന്ന് ഹഗ് ചെയ്യും, നമ്മൾ കുറേ നേരം സംസാരിക്കും, ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് ചോദിക്കും, ജാസ് ഇത്രയും ആൾക്കാരെ നിന്നെ സ്നേഹിക്കുന്നത് പിന്നെ ആരാണ് എനിക്ക് ഈ ബാഡ് കമൻറ്റ് ഇടുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ബാഡ് കമൻറ്റ് ഇടുന്ന ഒട്ടുമിക്ക എല്ലാവരും വരുന്നത് ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്നായിരിക്കും. പിന്നെ രണ്ടാമത് ചില പെണ്ണുങ്ങൾ എനിക്ക് ബാഡ് കമന്റ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ പ്രൊഫൈലിൽ പോയി നോക്കാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ പോലെ എത്തിപ്പെടാൻ പറ്റുന്നില്ല, നമ്മളെ പോലെ ഒരു ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനുള്ള അസൂയുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയും കുറേ ആൾക്കാർ ബാഡ് കമന്റ് ഇടാറുണ്ട്. അല്ലെങ്കിൽ പബ്ലിക്കിൽ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു നെഗറ്റീവ്, എത്രയോ ഷോക്ക് പോയിട്ടുണ്ട്, എത്രയോ വലിയ പബ്ലിക്കിൽ പരിപാടികളിൽ പോയിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു പരിഹാസമോ അല്ലെങ്കിൽ നീ എന്താണ് ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ നടക്കുന്നത് അങ്ങനെയൊന്നും ഇതുവരെ ഒന്നും നേരിടേണ്ടി വന്നിട്ട്. ഇങ്ങനെയുള്ള മോശം കമന്റുകൾ വരുമ്പോൾ അത് ശരിക്കും ഒരു കുറ്റകൃത്യമാണെന്ന് മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ലീഗലി ഞാൻ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിദേശത്താണ് 2-3 പേര്. ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ ഓൾറെഡി ചെയ്തു. വിദേശത്ത് 2-3 ആൾക്കാരുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് പണിയാവും. എന്താണ് കമന്റ്സ് ഇട്ടതായിരുന്നു? കമന്റ്സ് എൻ്റെ വീഡിയോസ് എടുത്ത് വളരെ മോശമായ രീതിയിൽ എന്നെ ചിത്രീകരിക്കുന്നത്. രണ്ടാമത് എൻ്റെ ജെൻഡർ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്ത രീതിയിലുള്ളത്. പിന്നെ മാനസിക പരിഗണന തരാനുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ. കാരണം എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ ഇന്ത്യൻ പരിഗണന അനുസരിച്ച്. അപ്പോൾ അത് ഒരാൾക്ക് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് സത്യം പറഞ്ഞാൽ ഇല്ല. അപ്പോൾ അത് ചോദ്യം ചെയ്തതിനനുസരിച്ചുള്ള ആയിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 3-4 പേരായിട്ട് വാണിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അവരുടെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിദേശത്ത് 2-3 പേര് അത് അവർ വന്നതിന് ശേഷം അല്ല പലരും ഇങ്ങനെ കേസ് കൊടുക്കാൻ പോകാൻ മടിക്കുന്നത് നമ്മുടെ സമയം കൂടി കേസ് കൊടുക്കാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ചിലവാകും, അല്ലെങ്കിൽ ഒരുപാട് ക്യാഷ് ചിലവാകും. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ നല്ലൊരു വക്കീലെ പോയി കാണുക. വക്കീലിന് വലിയ ഫീസൊന്നും ഇല്ലാണ്ട് ഒരു നല്ലൊരു വക്കീലിനെ പോയി കാണുക, കേസ് ഫയൽ ചെയ്യുക, നമ്മുടെ ഹൈക്കോടതി വഴി കേസ് മൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സൈബറിൽ കേസ് തുടങ്ങി സൈബറിലും ഒരു കേസ് ഫയൽ ചെയ്യുക. പിന്നെ കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് ഡയറക്റ്റ് പോയിട്ട് പരാതി. ഞാൻ കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് ഡയറക്റ്റ് പരാതി കൊടുത്താളാണ്. വളരെ നല്ല റെസ്പെക്റ്റിലാണ് കമ്മീഷനൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. നമ്മളധികം വെയിറ്റ് പോലും ചെയ്യിപ്പിച്ചില്ല. ഇങ്ങനെ പോയി കണ്ടു, നല്ലൊരു ഇത് കൊടുത്തു, നമുക്ക് അവിടുന്ന് റെസീറ്റ് തരും. എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വക്കീലും കാര്യങ്ങളും നോക്കിക്കൊള്ളും. നമുക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് പിന്നെ കോടതി വരാതെ കയറി നിറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് ക്യാഷ് പറ്റിക്കപ്പെടും എന്നുള്ള ചിന്താഗതി ആർക്കും വേണ്ട. അങ്ങനെയൊന്നും വലിയ എമൗണ്ട് ഒന്നും ആവത്തില്ല. നിങ്ങൾ ആരെയും നിങ്ങളെ വളരെ മോശമായിട്ട് പബ്ലിക്കലി അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് എടുത്തിട്ട് അവർ ചെയ്യുന്നുണ്ട്, ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് പരാതി കൊടുക്കണം. എൻ്റെ അഭിപ്രായത്തിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. അവരോട് സംസാരിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഡയറക്റ്റ് പോയിട്ട് സൈബറിലോ അല്ലെങ്കിൽ കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് പരാതി കൊടുക്കുക. ഇപ്പൊ എത്ര നാളായി ആ കേസ് കൊടുത്തിട്ട്? ഇപ്പം ഞാൻ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 4 മാസത്തിന് മുകളിലായി. പക്ഷെ ഞാൻ ഹാപ്പിയാണ് അതിൽ. കാരണം വാണിംഗ് കൊടുത്തു, അവർ വീടുപരമായിട്ട് എന്നെ ബന്ധപ്പെട്ടു, എനിക്ക് നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നഷ്ടപരിഹാരം വേണ്ട. അവർ ആ വീഡിയോസൊക്കെ റിമൂവ് ചെയ്തു. പിന്നെ വേറെ 2-3 പേരുള്ളത് ദുബായിലാണ്, അവർ എത്തിയിട്ടില്ല. അവർ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയാലാണ് ഞാൻ ബാക്കിയുള്ള കാര്യം ചെയ്യുള്ളൂ. പക്ഷെ അവർക്ക് ലുക്കൗട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന സമയത്ത്, അതായത് ഗൂഗിളിൽ വെറുതെ ജാസിന്ന് അടിച്ചു കൊടുത്ത സമയത്ത് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അത് കാണുന്നത് കേരളത്തിൽ നിന്നുള്ള പ്രശസ്തയായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് കണ്ടതിന് ശേഷമാണ് ബാക്കിയുള്ള ജെൻഡറിനെ പറ്റിയിട്ടുള്ളതും റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊക്കെ ഉള്ളത്. അപ്പൊ ഫസ്റ്റ് പ്രൈമറിലി ഇപ്പോ ജാസി ഗൂഗിളിന് അറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നതാണ്. ശരിക്കും എങ്ങനെ അറിയപ്പെടാനാണ് ഇപ്പോഴും അല്ലെങ്കിൽ ഒരു 10 വർഷം 20 വർഷം കഴിയുമ്പോൾ എങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹം? കാരണം മുമ്പ് ഒരു അഭിമുഖത്തിൽ പറയുന്ന കേട്ടിട്ടുണ്ട്, ജാസി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ജീവിച്ചിരുന്നിരുന്നു എന്ന് ആളുകൾ ഓർക്കണം, അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഇനി എന്തായാലും ഓർക്കും, ഇനിയിപ്പോൾ ജാസി മരിച്ചാലും ആൾക്കാരെ ഓർക്കും. കാരണം ഒരുപാട് കാര്യം ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു ട്രാൻസ് ആയിട്ടുള്ള ഒരു നടി, അല്ലെങ്കിൽ ആ ട്രാൻസ് ഒന്നും വേണ്ട, ഒരു നടി, ജാസി എന്ന് പറയുന്ന ഒരു സിനിമാ താരം, ചലച്ചിത്ര താരം, അങ്ങനെ അറിയപ്പെടാനാണ് ഇഷ്ടം. ഇപ്പൊ ഇനി ഒരുപാട് ട്രാവലൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടല്ലോ. അപ്പൊ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അങ്ങനെ ഏതെങ്കിലും ഉണ്ട്? ഇനി പോകാൻ ആഗ്രഹമുള്ളത്? പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഞാനും അശോടെ ഒരുമിച്ച് തായ്ലാൻഡ് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഉസ്ബെക്കിസ്ഥാനോ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറച്ചും കൂടെ ഉള്ളോട്ടുള്ള ഏരിയകളിൽ, രാജസ്ഥാൻ അങ്ങനത്തെ കുറേ ഏരിയകളുണ്ടല്ലോ, ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പോകണം, സ്ഥലങ്ങൾ കാണണം. എനിക്ക് അങ്ങനെ ഗ്രാമങ്ങളിൽ പോയിട്ട് കാണുക, അവരെ ഫുഡ് ട്രൈ ചെയ്യുക, അതൊക്കെ കുറച്ചുകൂടി ഇഷ്ടം. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം. ഇത്രയും നാളത്തെ ഈ ഒരു ലൈഫിൽ ജാസിനെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു ലൈഫിൽ നടന്ന ഒരു കാര്യം എന്തായിരിക്കും? എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ ലൈഫിൽ ആഷി എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ ലൈഫിൽ വന്നത്. രണ്ടാമത് ഞാൻ ഇപ്പോൾ എൻ്റെ ലൈഫിൽ കമ്മൗട്ട് ചെയ്ത് വന്നില്ലേ, അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരാറുണ്ട്. കാരണം അതുവരെ ഞാൻ എൻ്റെ ലൈഫിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ത്രൂ ഔട്ട് ഇങ്ങനെ അഭിനയിക്കാൻ എനിക്ക് വയ്യ. കാരണം ഇത് കുറേ ആയി അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. ഞാനായിട്ട് ജീവിക്കണം, എനിക്ക് ഒരു ദിവസമെങ്കിലും ഞാനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ ഞാനായിട്ട് ഒരു ദിവസമെങ്കിലും എനിക്ക് ഭൂമിയിലൊന്ന് പറക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് ഇപ്പൊ നടക്കുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. എന്തായാലും മുന്നോട്ട് പോകുന്തോറും കൂടുതൽ സന്തോഷങ്ങൾ ലൈഫിലുണ്ടായിട്ട് ആഗ്രഹിക്കുന്നത് പോലെ വലിയ നടിയാവട്ടെ, അതുപോലെ തന്നെ റിലേഷനും, അത് എല്ലാ തരത്തിലുള്ള റിലേഷനുകളും നന്നായി തന്നെ ലൈഫിൽ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.